കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ. ഇനി എത്ര ദിവസം പോണം? എന്താ മലതി, നീ പറഞ്ഞെന്നെ വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നേ? ഞാൻ ഇവിടെ ഇരിക്കണോ അതോ പുറത്തിറങ്ങി പോണോ? നിങ്ങൾ എന്തിനു പോണം? നിങ്ങളെ കെട്ടിയത് കൊണ്ട് ഞാൻ വേണം പുറത്തു പോവാൻ. ജോലിക്ക് പോകാതെ ആരാ ഭക്ഷണം തരിക? പറയുമ്പോ ദേഷ്യം വരുന്നുണ്ടല്ലോ. ആരും പുറത്തു പോകണ്ട. നിങ്ങൾ പോയി കൈയും കാലും കഴുകിയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തോണ്ട് വരാം. ഒരുപക്ഷെ മനോവേദനയോടെ ഭർത്താവ് ഇനിയും രക്ഷ നേടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ രക്ഷ നേടണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഈ പരിപാടി കാണുകയായിരിക്കാം. കർത്താവിന്റെ വചനമനുസരിച്ച് ഭയത്തോടു കൂടിയ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭർത്താവ് ചേർന്നു വരുവാനിടയാകുമെന്ന് പറയുന്നു. സ്നേഹം നിറഞ്ഞ നിങ്ങൾക്ക് ഞങ്ങളുടെ ആശംസകൾ. ഇന്നേ ദിവസം ഭാര്യയുടെ നല്ല പെരുമാറ്റം എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. വേദപുസ്തകത്തിൽ 1 പത്രോസ് 3 അധ്യായം 1-2 വചനങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അപ്പോൾ അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഭർത്താവ് എത്ര കർക്കശക്കാരനാണെങ്കിലും ഭാര്യയുടെ ഭയത്തോടു കൂടിയ നല്ല നടപ്പ് അവനെ തീർച്ചയായും മാറ്റും. അതിനാൽ വിഷമിക്കരുത്, ദൈവം തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റും. ഇപ്പോൾ ആദ്യമായി ജ്യോതി ചേച്ചി എന്ന നാടകം നമുക്ക് കാണാം. എന്തൊക്കെയുണ്ട് മാലതി? അസുഖമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല ചേച്ചി. രഞ്ജിത്ത് എന്താ പറയുന്നത്? പരിഹാരം ചെയ്യണമല്ലോ. അവിടെയും പോയില്ല, കർത്താവിനെ അന്വേഷിച്ചില്ല. ഞാൻ എത്രയോ പറഞ്ഞു നോക്കിയതാ. ഞാൻ പറയുന്നതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നേയില്ല. ഏട്ടാ, നിങ്ങൾ ഓഫീസിൽ പോയിട്ട് ഒരുപാട് നാളായില്ലേ? ഇങ്ങനെ വെറുതെ ഇരുന്നാ എങ്ങനെയാ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ഓഫീസിൽ പോവാനാ പറഞ്ഞത്. ബാധിക്കപ്പെട്ട ഞാനേ നന്നായിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ പിന്നെ എങ്ങനെയാ? കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ. ഇനി എത്ര ദിവസം പോണം? എന്താ മലതി, നീ പറഞ്ഞെന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നേ? ഞാൻ ഇവിടെ ഇരിക്കണോ അതോ പുറത്തിറങ്ങി പോണോ? നിങ്ങൾ എന്തിനു പോണം? നിങ്ങളെ കെട്ടിയത് കൊണ്ട് ഞാൻ വേണം പുറത്തു പോവാൻ. ജോലിക്ക് പോകാതെ ആരാ ഭക്ഷണം തരിക? പറയുമ്പോ ദേഷ്യം വരുന്നുണ്ടല്ലോ. ആരും പുറത്തു പോകണ്ട. നിങ്ങൾ പോയി കൈയും കാലും കഴുകിയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തോണ്ട് വരാം. എന്തൊരു കഷ്ടാണ്. ഒരു രീതിയിൽ സമാധാനം ഇല്ലെന്ന് പറഞ്ഞാ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? ഏട്ടാ, ഏട്ടാ, എഴുന്നേക്ക്. ദേ നോക്ക്. പോയി പല്ല് തേച്ചിട്ട് വന്ന് കോഫി കുടിക്കേ. എന്താ ഏട്ടാ ഇങ്ങനെ നോക്കിയിരുന്നാൽ എങ്ങനെയാ? പോയി ബ്രഷ് ചെയ്തിട്ട് വാ. ഇപ്പൊ വരും. എന്താ ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞോട് ശല്യപ്പെടുത്താൻ? ഏട്ടാ, ഹോട്ട് ബോക്സില് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കണം കേട്ടോ.
രാവിലത്തെ ഭക്ഷണം ഞാൻ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്, അതും കഴിക്കണം. ഒന്നും ബാക്കി വെക്കരുത് കേട്ടല്ലോ. ഞാൻ ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം വന്നേക്കാം. ഉം? ആ എന്നാ ഞാൻ ഇറങ്ങാം. അല്ല, ഇവിടെ എന്തായി നടക്കുന്നത്? ഇതെന്റെ വീട് തന്നെയാണോ, അതോ ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിലാണോ? എന്റെ ഭാര്യയുടെ ദേഹത്ത് ഏതെങ്കിലും വല്ല പ്രേതം കയറിയിട്ടുണ്ടോ? ഏട്ടാ, നിങ്ങൾ നന്നായി റെസ്റ്റ് എടുത്തോ. പതിവില്ലാത്ത ചോദ്യങ്ങളാണല്ലോ. എന്താ ഏട്ടാ ആലോചിക്കുന്നേ? ശരി, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ചൂടോടെ കാപ്പി ഇട്ടെടുത്തോണ്ട് വരാം. ഇത് സ്വപ്നമാണോ സത്യമാണോ? ആ, സത്യം തന്നെയാണല്ലോ. എന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളുണ്ടാ. നീ എന്താ പറഞ്ഞിരുന്നേ? എപ്പോ നോക്കിയാലും അടിയുണ്ടായിക്കൊണ്ടിരുന്നവളാ, ഇപ്പൊ ആകെ ഒരു മാറ്റമാ. അതെയോ? അതേടാ, നേരത്തെ ആണെങ്കിൽ തറുതല മാത്രമേ പറയണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എന്തു പറഞ്ഞാലും മിണ്ടാതിരിക്കും. ചിലപ്പോ ഒരു 2-3 ദിവസം അങ്ങനെയൊക്കെ കാണുമായിരിക്കും. അല്ലടാ, ഇപ്പോ ഒരു മാസത്തോളമായി ടോട്ടലി ചേഞ്ച് ആയി. അതൊരു നല്ല കാര്യമല്ലേ? നല്ലതോ? എടാ, അവള് വഴക്കിട്ടാലും പ്രശ്നമില്ല, ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നുന്നേ. അത് മാത്രമല്ല പ്രശ്നം, ആ പൂജാരിയുടെ അടുത്ത് പോലും 1 ലക്ഷം കാശ് കൊടുത്ത് പറ്റിക്കപ്പെട്ടിരിക്കുക. നീ എന്തുവാടാ ഈ പറയുന്നേ? ഇതെന്റെ ഭാര്യ അടുത്ത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആകെപ്പാടെ മനസ്സ് മൊത്തം ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഈ കാര്യം അറിഞ്ഞാൽ അവൾ എന്താ ചെയ്യുമെന്ന് എനിക്കറിയില്ല. നീയല്ലേ ഇപ്പൊ പറഞ്ഞത് അവളാകെ മാറിയെന്ന്? മാറിയിട്ടുണ്ട്, പക്ഷേ ഇത് കാശിന്റെ കാര്യമല്ലേ, അതുകൊണ്ടാ എനിക്ക് നല്ല പേടി. മലതി, എനിക്കിതിനോടൊരു കാര്യം പറയാനുണ്ട്, നീ ദേഷ്യപ്പെടരുത്. അത് നിങ്ങൾ പറയുന്ന കാര്യത്തിനനുസരിച്ചാ. പരിഹാരം ചെയ്യാന്ന് പറഞ്ഞ ജോൽസിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. അയാളിനെ പറ്റിച്ചു. 1 ലക്ഷം രൂപയോ? അതേ മാലതി. സാരമില്ലേട്ടാ, വിട്. പണമല്ലേ പോയുള്ളൂ, കർത്താവ് വീണ്ടും തരും. അതോർത്ത് വെറുതെ വിഷമിക്കണ്ട. ആ, ഒരു മിനിറ്റ് നിന്നേ. ആ, ഹലോ. ആ, ഈ മാലതിക്ക് എന്താ ഇത്രയും വലിയൊരു മാറ്റം വന്നത്? ചെറിയ ചെറിയ കാര്യത്തിന് പോലും അവൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിരുന്നേ. പക്ഷെ ഇന്ന് വലിയ വലിയ കാര്യത്തിന് പോലും അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ലല്ലോ. ഇവയ്ക്ക് എങ്ങനെ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായേ? മാലതി, ഞാൻ നാളെ മുതൽ ജോലിക്ക് പോകാൻ പോവാ.
വളരെ നന്നായി ഏട്ടാ. ജോലിക്ക് ഇപ്പൊ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചത്. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ നാളെ തന്നെ പോവുകയാണ്. ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം തോന്നേട്ടാ. മാലതി, നിനക്കെന്താ ഇങ്ങനെ ഒരു മാറ്റം വന്നത്? ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കി. ഞാൻ പറയുന്നതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നേ ഇല്ല ചേച്ചി. നീ എന്തിനാ വാക്കുകളിലൂടെ സംസാരിക്കുന്നേ? മനസ്സിലായില്ല. വാക്കുകളെക്കാളും ജീവിതമാണ് ഏറ്റവും പ്രധാനം. നിന്റെ ജീവിതം നല്ല രീതിയിലാണെങ്കിലേ നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടാവും. മാലതി, 1 പത്രോസ് 3:1-2 വചനം എന്താ പറയുന്നതെന്നറിയാമോ? ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ, നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകുമെന്നാണ്. നിന്റെ സാക്ഷിയുള്ള നടപ്പ് വളരെ പ്രധാനമാണ്. എന്ത് കാര്യത്തിനും എതിർത്ത് സംസാരിക്കുന്നതും നീരസപ്പെടുന്നതും കീഴടങ്ങാതിരിക്കുന്നതും ഇതൊക്കെ നിന്റെ ഭർത്താവിനെ എങ്ങനെയാണ് മാറ്റുക? നീ പ്രാർത്ഥിക്കുന്നതും ബൈബിൾ വായിക്കുന്നതും നിന്റെ ഭർത്താവ് കാണുന്നുണ്ടോ? അതുപോട്ടെ, നീ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ളപ്പോ നിന്റെ വാക്കുകൾ എങ്ങനെ മാറ്റം ഉണ്ടാക്കുക? ആദ്യം നീ സ്വയം മാറണം, നിന്റെ സ്വഭാവം മാറ്റണം. നിനക്ക് മാറ്റം ഉണ്ടായി എന്ന് നിന്റെ ഭർത്താവ് മനസ്സിലാക്കണം. അതുകൊണ്ടാ വേദപുസ്തകം പറയുന്നത്, വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകുമെന്ന്. ഇതെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. പക്ഷെ വേറെ വഴിയില്ല. കർത്താവിന് കീഴടങ്ങ്, നിന്റെ ഭർത്താവിന് കീഴടങ്ങ്. നല്ലവണ്ണം പെരുമാറാൻ നോക്ക്. എന്നിട്ട് നീ നോക്കിക്കോ, രഞ്ജിത്തിന്റെ ഉള്ളിൽ തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാവും. ശരി ചേച്ചി. ആദ്യം ഞാൻ എന്നെ മാറ്റിയെടുത്തു. അത് കഴിഞ്ഞ് എന്നെയും മാറ്റിയല്ലേ? മാലതി, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ ഏട്ടാ, പറഞ്ഞോ. എൻ്റെ അമ്മയുടെ അടുത്തും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നേ. മാലതി, മാലതി, മാലതി. ജ്യോതി ചേച്ചി നാടകത്തിലൂടെ സ്ത്രീകൾക്ക് തങ്ങളുടെ നല്ല പെരുമാറ്റത്തിലൂടെ ഭർത്താക്കന്മാരെ മാറ്റാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയില്ലേ? വേദപുസ്തകം ഒരിക്കലും നുണ പറയില്ല. എത്രയോ കാലമായി ക്ഷമിച്ചു, ഒരു മാറ്റവുമില്ല എന്ന് തളർന്നു പോയിരിക്കുകയാണോ? തളർന്നു പോകണ്ട. ഇനിയും കുറച്ചു ദിവസം മാത്രം ഈ കഠിനമായ ചുറ്റുപാടുകളെല്ലാം മാറും. ഇപ്പോൾ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാനും അനുഗ്രഹം ഉണ്ടാകാനും വേണ്ടി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ സഹോദരി ചെല്ലാറാണി അപ്പാദുരൈ അവർ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. നല്ല വീടെന്ന പരിപാടിയിലൂടെ നിങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിന്റെ വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഭാഗ്യം കർത്താവ് തന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിന് സ്തോത്രമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷാപാതയിൽ ചില സഹോദരിമാർ ഉപദേശങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്നതിനായി കടന്നു വരാറുണ്ട്. അങ്ങനെയുള്ള ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, എന്റെ ഭർത്താവിന്റെ രക്ഷയ്ക്കായി എത്രയോ കാലമായി പ്രാർത്ഥിക്കുന്നു, അത് മാത്രമല്ല എത്രയോ ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട്, എങ്കിലും എനിക്ക് ഒരു മാറ്റവും കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ചില സഹോദരിമാർ പറയാറുണ്ട്, അവരുടെ ജീവിതം തന്നിഷ്ടം പോലെ ജീവിക്കുകയാണ്, പണം ധാരാളം ചിലവാക്കുന്നുണ്ട്, മക്കളെയും എന്നെയും ഒട്ടും സ്നേഹിക്കുന്നില്ല, അതുമാത്രമല്ല മക്കളുടെയും എന്റെയും കൂടെ സമയം ചിലവാക്കുന്നുമില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ ദുഃഖത്തോടുകൂടി പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിലായിരിക്കാം ഈ പരിപാടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലർ പറയാറുണ്ട്, ദുഃഖം താങ്ങാനാവാതെ ഞങ്ങൾക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം വരുന്നു, പരസ്പരം ദേഷ്യപ്പെടുന്നു,
വഴക്കുണ്ടാകുന്നു, കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. ഇങ്ങനെ എത്രയോ മാസങ്ങളായി, വർഷങ്ങളായി കുടുംബത്തിൽ രക്ഷയില്ലാത്തതിനാൽ കുടുംബം വേർപിരിഞ്ഞു പോകുമോ എന്നുള്ള ഒരു ആശങ്കയുമുണ്ട് എന്ന് പലരും പറയാറുണ്ട്. ഒരുപക്ഷേ ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ നിങ്ങൾ ഈ പരിപാടി കാണുകയായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരി, സദൃശവാക്യം 31:10 പറയുന്നു, സാമർഥ്യമുള്ള ഭാര്യയായിരിക്കുമ്പോൾ അവളുടെ ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു എന്ന്. കർത്താവിന് മുൻപാകെ, കർത്താവെ, ഒരു സാമർഥ്യമുള്ള ഭാര്യയായി ഞാൻ കാണപ്പെടുന്നതിനുള്ള ഒരു അഭിഷേകം പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. അതുമാത്രമല്ല, സദൃശവാക്യം 14:1 പറയുന്നു, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു എന്ന്. അപ്പോൾ കർത്താവിന് മുൻപാകെ, കർത്താവെ, എനിക്ക് നല്ല ബുദ്ധി നൽകണേ, ജ്ഞാനം നൽകണേ, വിവേകം നൽകണേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ കാത്തിരിക്കുമ്പോൾ കർത്താവ് കൃപയോടുകൂടി നിങ്ങളുടെ കുടുംബത്തെ പടുത്തുയർത്തുന്നതാണ്. കുടുംബത്തിൽ ദൈവസമാധാനമുണ്ടാകും, കർത്താവിന്റെ രക്ഷയും ഉണ്ടാകും. അങ്ങനെ കർത്താവിന്റെ ഈ വചനമനുസരിച്ച് സമർപ്പണ മനോഭാവത്തോടെ പ്രാർത്ഥിച്ചാൽ കർത്താവിന്റെ നാമത്തിലൂടെ നിങ്ങളുടെ കുടുംബം മഹത്വപ്പെടും. കാരണം നമ്മുടെ വായിലെ വാക്കുകളല്ല, രക്ഷ എന്നത് കർത്താവിന്റെ കരങ്ങളിലാണ്. കൃപയിലൂടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്കായി, കർത്താവെ, ഞാൻ അങ്ങേക്കായി സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ കുടുംബത്തിന് കർത്താവ് രക്ഷ നൽകുന്നതാണ്. അതുപോലെ 1 പത്രോസ് 3:1-2 വചനങ്ങൾ പറയുന്നു, ഭാര്യമാർ ഭയഭക്തിയോടുകൂടിയ നിർമ്മലമായ നടപ്പിലൂടെ വചനം കൂടാതെ ഭർത്താവ് ചേർന്നു വരുവാനിടയാകും എന്ന് വചനം പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവെ, എനിക്ക് നല്ല നടപ്പ് തരണേ, എന്റെ പെരുമാറ്റം നല്ലതായിരിക്കട്ടെ, എന്റെ നല്ല നടപ്പിലൂടെ, എന്റെ പെരുമാറ്റത്തിലൂടെ കർത്താവിന്റെ സ്നേഹം പ്രകടമാകട്ടെ. ഇങ്ങനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വായിലെ വാക്കുകളല്ല, പരിശുദ്ധാത്മാവ് അതിൽ പ്രവർത്തിക്കും. നിങ്ങളുടെ ഭർത്താവിന്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കർത്താവ് കൽപ്പിച്ചരുളും. നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ രക്ഷയുടെ സന്തോഷം കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നതാണ്. കുടുംബത്തിൽ ഒരു ദൈവസമാധാനവും നിലനിൽക്കും. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ദൈവവേല ചെയ്യുവാനുള്ള ഒരു സന്ദർഭം കർത്താവ് എനിക്ക് തന്നിരിക്കുകയാണ്. എന്റെ വിവാഹ സമയത്ത് എന്റെ ഭർത്താവ് സഹോദരൻ അപ്പാദുരെ അവർകൾ അക്രിസ്ത്യാനിയായ കുടുംബത്തിൽ നിന്നായിരുന്നു. ദേവാലയത്തിൽ വെച്ച് അദ്ദേഹത്തിന് ജ്ഞാനസ്നാനം നൽകി. ഞങ്ങളുടെ വിവാഹം ദേവാലയത്തിൽ വെച്ചാണ് നടന്നത്. എങ്കിലും അദ്ദേഹം എല്ലാ കാര്യത്തിലും വിശ്വസ്തനായിരുന്നു, എല്ലാരെയും സ്നേഹിക്കുമായിരുന്നു, താഴ്മയോടെ പെരുമാറും. എന്നാൽ യേശുവിനെ ദൈവമായി ആരാധിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. എത്രയൊക്കെ സമ്പാദ്യമുണ്ടെങ്കിലും, എത്രയൊക്കെ സ്വത്തും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും കുടുംബത്തിൽ രക്ഷയുടെ സന്തോഷം ഇല്ലാത്ത കാരണത്താൽ ദൈവസമാധാനം കാണാൻ കഴിഞ്ഞില്ല. ദൈവസമാധാനം ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഞാൻ അദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ രക്ഷ നേടണം, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, കർത്താവിന്റെ മകനായി മാറണം, യേശുവിനെ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ വാഗ്വാദമുണ്ടാകും, പരസ്പരം ദേഷ്യപ്പെടുന്ന ഒരു ചുറ്റുപാടുണ്ടാകാറുണ്ട്. ഞാനും അദ്ദേഹത്തോട് കുറെ മാസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതനുസരിക്കാത്തതുകൊണ്ട് എനിക്കും ദേഷ്യം വന്നിട്ടുണ്ട്. അങ്ങനെ 1 വർഷം കടന്നുപോയി. ഇതിനെക്കുറിച്ച് ഞാൻ വല്ലാതെ തളർന്നുപോയി. 1 വർഷമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയോ ഞാൻ ഉപദേശിച്ചു നോക്കി, ഒരു മാറ്റവും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അദ്ദേഹം അവരുടെ ദൈവത്തെയാണ് ആരാധിച്ചിരുന്നത്. എനിക്കത് വല്ലാത്ത ദുഃഖമായിരുന്നു. അങ്ങനെ കർത്താവിന് മുൻപാകെ 1 വർഷത്തിന് ശേഷം കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് കർത്താവിന്റെ ഹിതം എന്താണെന്ന് അറിയണമെന്ന് കരുതി കർത്താവിന് മുൻപാകെ ഉപവസിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഞാൻ 1 വർഷമായിട്ട് ഇതിനായി പ്രാർത്ഥിക്കുന്നല്ലോ, ഭർത്താവിനെ എത്രയോ ഉപദേശിക്കുന്നുണ്ടല്ലോ, ഒരു മാറ്റവും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം, നീയാണ് ആദ്യം പരിശുദ്ധമാകേണ്ടത് എന്ന് കർത്താവ് എന്റെ കാര്യത്തിൽ ഇടപെട്ടു. അപ്പോൾ ഞാൻ എന്റെ ഉള്ളിൽ എന്താ തോന്നിയതെന്നോ, ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിന് മുൻപാകെ കാത്തിരിക്കുന്നു, ഉപവസിക്കുന്നുണ്ട്, വേദപുസ്തകം എത്രയോ തവണ വായിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ ഉള്ളിൽ തന്നെ സ്വയം സമാധാനിച്ചു. എങ്കിലും പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, നീ ഇനിയും പരിശുദ്ധി പ്രാപിക്കണമെന്ന്. അതിനുശേഷം ഞാൻ കർത്താവിന് മുൻപാകെ സ്വയം താഴ്ത്തി, കർത്താവെ, എന്റെ വാക്കുകളല്ല, എന്റെ വായിലെ വാക്കല്ല, അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമേ എന്റെ ഭർത്താവിന് രക്ഷ കിട്ടുകയുള്ളൂ എന്ന് ഞാൻ സ്വയം താഴ്ത്തി പ്രാർത്ഥിച്ചു. കർത്താവെ, എനിക്ക് ജ്ഞാനം നൽകണേ, എനിക്കൊരു സൽസ്വഭാവം തരണേ. ഇതിനായി ഞാൻ ദേഷ്യപ്പെടുന്നത് കർത്താവിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അനാവശ്യമായ വാഗ്വാദങ്ങൾക്ക് ഇടം കൊടുക്കാതെ ഞാൻ സ്വയം അങ്ങയെ ഏൽപ്പിക്കുകയാണ്. അങ്ങ് എന്നെ വഴി നയിക്കണേ, അങ്ങയുടെ ഉപദേശം നൽകണേ, ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായും കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്തതിനു ശേഷം എന്റെ കുടുംബത്തിൽ, എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതിനായി കർത്താവ് കൃപ നൽകി. ദിവസം തോറും മാറ്റമുണ്ടായിക്കൊണ്ടേയിരുന്നു. എങ്കിലും ഞാൻ പറയട്ടെ, 1 വർഷമല്ല, 7 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ ഭർത്താവിനെ യഹോവ രക്ഷിച്ചത്, അഭിഷേകിച്ചത്. എങ്കിൽ പോലും
ആ 7 വർഷം കർത്താവ് എന്നെ അവന്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തു. കർത്താവ് എന്നെ അഭിഷേകിച്ചു. കർത്താവ് എന്നോട് സംസാരിച്ചു. ഒരുപക്ഷെ ഈ പരിപാടി കാണുന്ന നിങ്ങളായാലും എത്രയോ മാസങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്തിന് വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനിയും എന്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല, ഇനിയും എന്റെ കുടുംബത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. എന്താണ് കർത്താവെ, ഞാൻ ഇത്ര പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ രക്ഷ പ്രാപിച്ച് അഭിഷേകിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ, എങ്കിലും എന്താണ് എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുന്നില്ലല്ലോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ദുഃഖത്തോടുകൂടി ഈ പരിപാടി കാണുകയായിരിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിനു മുൻപാകെ നിങ്ങളെ സ്വയം സമർപ്പിക്കുവിൻ. നിങ്ങളുടെ വാക്കുകളെ സമർപ്പിക്കുവിൻ, പ്രവൃത്തികളെ സമർപ്പിക്കുവിൻ, പെരുമാറ്റത്തെ സമർപ്പിക്കുവിൻ. പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ ഉപദേശത്തിനായി സ്വയം സമർപ്പിക്കുവിൻ. കർത്താവെ, എന്റെ നല്ല പെരുമാറ്റത്തിലൂടെ എന്നിലൂടെ അങ്ങയുടെ സ്നേഹം വെളിപ്പെടുന്നത് കണ്ട് എന്റെ ഭർത്താവ് അങ്ങയെ സ്വീകരിക്കണം എന്ന് കർത്താവിനോട് നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ സ്നേഹം കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. നല്ല രീതിയിൽ നമ്മെ വഴി നയിക്കുന്നതാണ്. നമ്മെ കാണുമ്പോൾ ദൈവത്തിന്റെ പ്രതിച്ഛായ വെളിപ്പെടും, നമ്മിലൂടെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടും. അങ്ങനെ ഭർത്താവിന്റെ ഉള്ളിൽ യഹോവ ഒരു മാറ്റം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടുമ്പോൾ വേണ്ടാത്ത വാഗ്വാദം ഉണ്ടാകില്ല, വഴക്കുകൾ ഉണ്ടാവില്ല, അഭിപ്രായ വ്യത്യാസം വരില്ല. കർത്താവെല്ലാം നോക്കിക്കൊള്ളും. ഞാൻ കർത്താവിന് സ്വയം സമർപ്പിച്ചിരിക്കുകയാണ്. കർത്താവിന് മുൻപാകെ പ്രാർത്ഥിച്ച് അതിനായി കാത്തിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾ ചിന്തിച്ചതിലും ആഗ്രഹിച്ചതിലും ഒക്കെ അധികമായി തീർച്ചയായും വലിയ കാര്യങ്ങൾ നിങ്ങൾക്കായി ചെയ്യും. അങ്ങനെ ഈ നല്ല ദിവസത്തിലും ഒരുപക്ഷെ ദുഃഖത്തോടെ എന്റെ ഭർത്താവ് ഇനിയും രക്ഷ നേടിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ രക്ഷ പ്രതീക്ഷിക്കുന്നു എന്നുള്ള ദുഃഖത്തോടെ ഈ പരിപാടി കാണുകയായിരിക്കാം. കർത്താവിന്റെ വചനം പോലെ ഭയത്തോടുകൂടിയുള്ള നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ നിങ്ങളുടെ ഭർത്താവ് ചേർന്നു വരാനിടയാകും. ഈ വാക്യം ഓർമ്മയിൽ വെക്കുക. ദൈവവചനം എപ്പോഴും ഓർത്തുകൊള്ളുക. ഭയത്തോടുകൂടിയ നിർമ്മലമായ നടപ്പിനായി കർത്താവിനോട് പ്രാർത്ഥിച്ചപേക്ഷിക്കുക. ഭയഭക്തിയോടുകൂടിയുള്ള നടപ്പ് കർത്താവ് നിങ്ങൾക്ക് നൽകും. കർത്താവിന്റെ നാമം നിങ്ങളിലൂടെ മഹത്വപ്പെടും. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുടുംബനാഥന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കർത്താവ് നൽകും. നിങ്ങൾ ഒരുപക്ഷെ ഭർത്താവിന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയാവാം. എന്നാൽ കർത്താവ് കൃപയോടുകൂടി നിങ്ങളുടെ ഭർത്താവിനെ ഒരു ശുശ്രൂഷകനാക്കിയേക്കാം. എന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഭർത്താവിന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചത്, കർത്താവ് അദ്ദേഹത്തെ ഒരു ശുശ്രൂഷകനാക്കി മാറ്റി. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപയും നൽകി. അങ്ങനെ കർത്താവ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടും. ഇന്നേ ദിവസം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പ്രവൃത്തികൾ ചെയ്യുന്നതിനായി നിങ്ങളുടെ കുടുംബം ഒരു രക്ഷ പ്രാപിച്ച കുടുംബമായി, കർത്താവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കപ്പെട്ട ഒരു കുടുംബമായി മാറ്റുന്നതിനായി നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു യേശുവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. സ്തോത്രമർപ്പിക്കുന്നു. ഇന്നേ ദിവസം കർത്താവേ, ഈ വേളയിൽ എന്നോടൊപ്പം ചേർന്ന് കുടുംബം രക്ഷിക്കപ്പെട്ടില്ലല്ലോ, കുടുംബനാഥന് രക്ഷ കിട്ടിയില്ലല്ലോ എന്ന് ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ സഹോദരിയെയും കർത്താവിന്റെ കരുണയുള്ള കണ്ണുകൾ നോക്കട്ടെ. കർത്താവെ, അങ്ങ് കരുണാമയനായ ദൈവമാണ്. കർത്താവെ, ഇപ്പോൾ അങ്ങയോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഈ സഹോദരിയുടെ കണ്ണുനീർ അങ്ങ് തുടച്ച് അവരുടെ പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് നൽകിയ ഉപദേശം അനുസരിച്ച് ആരൊക്കെയാണോ ഈ സമയത്ത് സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, അവരുടെ അപേക്ഷകൾ അങ്ങ് കേൾക്കണമേ. കർത്താവെ, അവർക്ക് പരിശുദ്ധി നൽകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, നല്ല ബുദ്ധിയുള്ള സ്ത്രീയായി അഭിഷേകിക്കണേ. കർത്താവെ, അവരുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും അങ്ങയുടെ സ്നേഹം വെളിപ്പെടുന്ന വിധം ഇവരെ വഴി നയിക്കണമേ. ഇവരെ അങ്ങയെ ഏൽപ്പിക്കുന്നു യേശുവേ. കർത്താവ് ഇവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനായി നന്ദി പറയുന്നു. കർത്താവ് എല്ലാം നോക്കിക്കൊള്ളുമെന്ന വിശ്വാസത്തോടുകൂടി, ഭയഭക്തിയോടുകൂടി, നിർമ്മലമായ നടപ്പോടുകൂടി കർത്താവെ, അങ്ങേക്കായി കാത്തിരിക്കാൻ കർത്താവ് കൃപ നൽകണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ദുഃഖങ്ങൾ മാറട്ടെ കർത്താവെ, അവിശ്വാസങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് നോക്കിക്കൊള്ളും, കർത്താവ് മാറ്റങ്ങൾ നൽകും, കർത്താവ് കുടുംബത്തിന് രക്ഷ നൽകും എന്നുള്ള ദൃഢനിശ്ചയത്തോടെ മുന്നേറി ചെല്ലാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. ഇന്നേ ദിവസം കർത്താവെ, രക്ഷയുടെ സന്തോഷം കൊണ്ട് അങ്ങ് അവരെ നിറയ്ക്കുന്നതിനായി അങ്ങേക്ക് നന്ദി കർത്താവെ. കർത്താവെ, അങ്ങ് സകലവും ചെയ്യാൻ ശക്തനാണ്. അങ്ങയുടെ പ്രവൃത്തികൾക്ക് ഭംഗം വരുത്താത്ത വിധം കർത്താവെ, ഈ കുടുംബങ്ങളെ രക്ഷിച്ച് സമാധാനം കൊണ്ട് അങ്ങ് നിറച്ച് അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ പോകുന്നതിനാൽ എല്ലാ സ്തുതിയും മഹത്വവും യേശുവിന് അർപ്പിക്കുന്നു. അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണേ നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. മുടങ്ങാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വായിലെ വാക്കുകളല്ല, കർത്താവിന് മുൻപാകെ പ്രാർത്ഥിച്ച് കർത്താവ് രക്ഷ നൽകും എന്ന് വിശ്വസിക്കുവിൻ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങളിലൂടെയും നിങ്ങളുടെ കുടുംബത്തിലൂടെയും കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്.
വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalamavadi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.